ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് മലയാറ്റൂർ മല കയറാൻ പോവാണ് കേട്ടോ. ഇന്നല്ല കേട്ടോ പോയേ, 2-3 ദിവസം മുന്നേ പോയതാണ്. ഇന്നാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ വെക്കേഷൻ പ്രമാണിച്ച് പൊന്നു ഇതാ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. പൊന്നു എന്ത് ചെയ്താൽ ക്യാമറയിൽ നോക്കില്ല, ഫോണിലൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പൊന്നിനോട് ക്യാമറ നോക്കാൻ പറഞ്ഞാണ്. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറി മലയാറ്റൂർ മലയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ബസ്സൊക്കെ എടുത്തു. വലിയ കാര്യത്തിൻ്റെ സൈഡ് സീറ്റ് പിടിച്ചതാണ്. നല്ല വെയിലായി പോയിട്ട് ആ സൈഡിൽ നമുക്ക് എപ്പോഴും പറ്റുന്നൊരബദ്ധമാണ്. അങ്ങനെ ഇതാ നമ്മൾ കാലടിയിലിറങ്ങി അടുത്ത ബസ് കയറി നമ്മൾ മലയാറ്റൂർക്ക് പോവുകയാണേ. പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ, ഒരു കുരിശടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ താമരപ്പൂവിൻ്റെ ഒരു ഇത് കണ്ടു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അടിവാരത്ത് വന്നു കേട്ടോ, മലയാറ്റൂർ അടിവാരത്ത് വന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഒരു ചേട്ടൻ വന്ന് ഒരു ലോട്ടറി എടുത്തു. നിർഭാഗ്യവശാൽ 7294 5000 അടിക്കുകയും ചെയ്തു. നല്ല ഭാഗ്യമായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ജ്യൂസ് മേടിച്ചു, പൊന്നിനൊരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മല കയറാൻ തുടങ്ങി കേട്ടോ. ആദ്യം താഴെ വന്നു കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുന്നെയാണ് മല കയറിയത്. എന്നെക്കൊണ്ട് മല കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പയ്യെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നും കൂടി പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടേ. അപ്പോൾ ആ നിരപ്പുള്ള സ്ഥലത്തെത്തി. ഞാനൊക്കെ എന്ന് വന്നതാണെന്ന് എനിക്കും കൂടി ഓർമ്മയില്ല കേട്ടോ. അപ്പം ഞങ്ങളിതാ കയറുമ്പം കുറേ പേര് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ മടുക്കുമ്പം ഇടയ്ക്ക് ഇരിക്കും. പിന്നെ ആകെ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ 1-ാം കുരിശിൻ്റെ അവിടെ വരെ കുടിവെള്ളം കയ്യിൽ കരുതണം. കാരണം പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിലും വെള്ളം ലഭ്യമല്ല. 1-ാം കുരിശ് കഴിഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം കിട്ടി തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന വെള്ളമൊക്കെ തീരുകയും ചെയ്തു. അങ്ങനെ നമ്മളിതാ മടുത്തിട്ട് ഇറക്കിയിരുന്ന് കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇരുന്നിരുന്നാണ് കേട്ടോ കയറിപ്പോണേ. അങ്ങനെ 1-ാം കുരിശ് എത്തി കേട്ടോ. 1-ാം കുരിശ് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ഒരു ആശ്വാസമായി. അപ്പോൾ അതവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് അതിങ്ങനെ ഒഴുകിയതാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നൊരു ചേട്ടനും ചേച്ചിയും കൂടി ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷീണിക്കുമ്പം ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പം വീണ്ടും കയറിപ്പോട്ടോ. പൊന്നും ആദ്യമായിട്ടാണ് കേട്ടോ മലയാറ്റൂർ വരുന്നത്. പക്ഷേ എന്താണ് താഴേന്ന് തോന്നിയ മടുപ്പൊന്നും ഇപ്പം ഇല്ല കേട്ടോ. നല്ല പയ്യാണ് നമ്മൾ കയറി പോകുന്നത്. വെള്ളം തീരുമ്പോൾ നമ്മൾ ഓരോ പൈപ്പിൽ നിന്നും കുപ്പിയിലേക്ക് വെള്ളം പിടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ കുരിശടികളും ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ പൈപ്പിലൊക്കെ വെള്ളമുണ്ട്. അങ്ങനെ 10-ാമത്തെ കുരിശടി എത്തിയിട്ടോ. നമ്മൾ എല്ലാ കുരിശടിയിലും നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോണത്. അങ്ങനെ നമ്മൾ 14-ാം കുരിശടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ക്ഷീണമോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ മല ഫുള്ള് കയറി നമ്മളിതാ മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇതൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ കൊണ്ടുവന്ന ചെറുതും വലുതുമായ ഒരുപാട് കുരിശുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാണാൻ കഴിഞ്ഞു. നമ്മളൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഓരോരുത്തർ ഇങ്ങനെ കുരിശൊക്കെ ആയിട്ട് വരുന്നത്. ആ കുരിശുകളൊക്കെ തന്നെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മേലെ പോയി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്നിട്ട് താഴേക്ക് നോക്കിയാൽ കാണുന്ന വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കാഴ്ചകളാണ് കാണാൻ കിട്ടുന്നത്. പിന്നെ നമ്മൾ പൊന്നും കുരിശിൻ്റെ ചോട്ടിൽ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം. അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട്, വെയിലൊന്നും കാര്യമാക്കിയില്ല. പക്ഷെ മേലെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല കാറ്റൊക്കെ ഉള്ളപ്പം ആ വെയിലിൻ്റെ ചൂടൊന്നും അങ്ങനെ അറിഞ്ഞില്ല കേട്ടോ. കൊടിമരവും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ആണ് കേട്ടോ വന്നത്. തോമസ് ലീഹായുടെ പാദമുദ്ര അവിടെ ഒരു പട്ടിക്കുട്ടി വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇതൊരു വിശുദ്ധ സ്ഥലമല്ലേ. അവിടെ ഇങ്ങനെ മെഴുകുതിരി കൊണ്ടൊക്കെ രൂപക്കൂടിൻ്റെ ചില്ലിലൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നു. എന്തൊരു മോശം പരിപാടിയാണല്ലേ. പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ കവറുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഫുള്ള് നിരത്തിയിട്ടിരിക്കുന്നു. കാര്യം പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഇടാനുള്ള നമ്മുടെ കൊട്ടയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ആരും തന്നെ അതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ.
എന്തുമാത്രം ചപ്പ് ചവറുകളാണ്. പിന്നെ നമ്മളവിടെ നിന്നൊരു സ്നാക്സ് മേടിച്ച് കഴിച്ചായിരുന്നു. അതിൻ്റെ കവറ് പൊന്നവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പൊന്നിനോട് എടുത്തുകൊണ്ടേ കൊട്ടയ്ക്കകത്തിടാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ പൊന്നു ആ കവറ് അവിടെ കൊണ്ടേ വേസ്റ്റ് ബിന്നിൽ കൊണ്ടേ ഇട്ട് കേട്ടോ. പൊന്നു അതവിടെ ഇട്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ എല്ലായിടത്തും പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയതാ താഴെ നമ്മുടെ തടാകമൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലേ ഇവിടെ ഇരുന്നിട്ട് കാലടിപ്പാലം എവിടെ നിന്നാണ് കണ്ടുപിടിക്കലായിരുന്നു ഞങ്ങളുടെ പ്രധാന പരിപാടി. ഞങ്ങൾ 2 പാലം കണ്ടുപിടിച്ചു. ഇനി അത് ആ പാലമാണോ എന്നുള്ള കാര്യത്തിൽ വലിയ തീർച്ചയില്ല. എന്തായാലും പുഴയും തടാകമൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ. ഇവിടെ ഇരുന്നാലേ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ചൂടൊന്നും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. മല കയറി വന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ ഈ ചപ്പ് ചവറുകളൊക്കെ ഇങ്ങനെ ഇട്ട് ഇവിടെ ഇങ്ങനെ മലിനമാക്കുന്നത് വളരെ മോശമാണ്. അത് നമ്മളിവിടെ വരുന്നവർ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഇടാതിരിക്കാൻ. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. എന്തുമാത്രം ചപ്പ് ചവറുകളും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെയാണ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നതെന്ന് കണ്ടിട്ട് സഹതാപം തോന്നി. എന്തായാലും മനുഷ്യന് മാത്രമേ ഇങ്ങനെ ഭൂമിയെ മലിനമാക്കാൻ സാധിക്കും. അതോർത്തിട്ട് വളരെയധികം സഹതാപം തോന്നി. എന്തായാലും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മല ഇറങ്ങുകയാണ് കേട്ടോ. കുറേ നേരം നമ്മളവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് മല ഇറങ്ങും. ഇനി മല ഇറങ്ങുമ്പോൾ ചെരുപ്പൊക്കെ നമ്മുടെ കയ്യിലാവും കേട്ടോ. ചെരുപ്പിട്ടുകൊണ്ട് ഇറക്കം നടക്കില്ല. അതുകൊണ്ട് ചെരുപ്പൊക്കെ ഒരു കയ്യിൽ പിടിച്ചിട്ട് ആണ് ഇറങ്ങി പോകുന്നത്. നമുക്ക് കയറുന്നതിനേക്കാളും ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണ് ഇറങ്ങിപ്പോവാൻ. നല്ല കയറ്റവും കല്ലും കൂട്ടവും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മലയാറ്റൂർ മല ഇനി ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ചേട്ടനും ചേച്ചി അവർ മുട്ടയിൽ കുത്തി താഴെ നിന്ന് വരുന്നത് കാണുന്നത് കേട്ടോ. നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരുന്നപ്പോൾ ഇവരെ കണ്ടിരുന്നു. കണ്ടപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചേ എന്ത് നേർച്ചയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം അവരുടെ കല്യാണം കഴിഞ്ഞു, അതിനുള്ള നേർച്ചയായിരുന്നു കേട്ടോ പറഞ്ഞത്. പാവം മുട്ടയെ കുത്തി എവിടം തൊട്ട് മലയടിവാരം തൊട്ട് വന്നതാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരുന്ന വഴി കുറേ കുരങ്ങന്മാർ ഇവിടെ ഇങ്ങനെ പൈപ്പിൽ വെള്ളം കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ടാപ്പ് തുറന്നു കൊടുത്തു. അപ്പോൾ ആ താഴെ വീഴുന്ന വെള്ളമാണ് അവർ വന്ന് കുടിക്കുന്നത് കേട്ടോ. നമ്മൾ പൈപ്പ് തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ അവർ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവുകയാണെ. അതുങ്ങൾക്കും വിശപ്പും ദാഹമൊക്കെ ഇല്ലേ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ പൈപ്പ് തുറന്നു കൊടുത്തപ്പോൾ അവർ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓടിപ്പോയി കേട്ടോ. പിന്നെ കൊടുക്കാത്തോണ്ടാ ഇല്ല, കട്ടിൽപ്പൂത്തിന് കൊണ്ടുപോകണില്ല. അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അവിടെ കുരങ്ങുണ്ടോ?
അതാ നമ്മൾ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അതുങ്ങൾ പൈപ്പിൻ ചുറ്റി പോയിട്ടോ. അപ്പോൾ അത് അവിടെ ഒരു കുട്ടി നിൽപ്പുണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ നമ്മൾ ചെയ്ത പോലെ പൈപ്പ് തുറന്നു കൊടുത്തു കേട്ടോ. അപ്പോൾ ആ കുരങ്ങന്മാർ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയേ. പിന്നെന്താ ഇവിടെ ഒരു കുരങ്ങിരുന്ന് അവിടെ എന്തോ തിരഞ്ഞ് പെറുക്കി നല്ല തീറ്റ തിന്നുന്നുണ്ട്. എന്തൊരാണോ എന്തോ, എന്തായാലും ഈ തിരഞ്ഞ് പെറുക്കുന്നതൊക്കെ നല്ല കാര്യമായിട്ട് തിരഞ്ഞ് പെറുക്കി തിന്നുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് പോയ ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളാവാം പെറുക്കി തിന്നുന്നത്. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫാമിലിയെ കണ്ടു കേട്ടോ. അതിൽ 2-3 കുട്ടിക്കുരങ്ങുകളും വലിയ കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലിതാ അമ്മ കുരങ്ങിനോട് ചേർന്ന് ഒരു പൊടിക്കുഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ആ കുരങ്ങുകളെല്ലാം അവിടെ ഇരുന്നിട്ട് അവരെല്ലാം കൂടി താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇതാ ആ കുഞ്ഞിക്കുരങ്ങൊക്കെ ഓടുന്ന ഓട്ടം എന്തൊരു സ്പീഡിലാണ് ഓടിപ്പോകുന്നത്. അള്ളിപ്പിടിക്കണ പ്രായം കഴിഞ്ഞാൽ പിന്നെ അതുങ്ങൾ നടത്തും. അത് കഴിഞ്ഞിതാ അവരെല്ലാം ഇവിടെ മരത്തിലൂടെ ചാടി നടക്കും കേട്ടോ. അതാ ഒരു കക്ഷി അവിടെ ഇരുന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പിയിലെ അടിയിൽ കടിച്ച് പൊട്ടിച്ചിട്ട് അതിലുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഓരോരോ കുപ്പി എടുക്കുന്നു, കുടിക്കുന്നു, താഴെ കളയുന്നു, അടുത്ത കുപ്പി എടുത്തുകൊണ്ട് പോകുന്നു, കുടിക്കുന്നു. ഇത് തന്നെയായിരുന്നു പരിപാടി കേട്ടോ. പിന്നെ കുറേ പേര് ഇതാ അവിടെ മരത്തിലൂടെ ചാടി നടക്കുന്നുണ്ട്. ഒരാൾ താഴെ ചാടുമ്പോൾ വേറൊരാൾ പിടിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നേ. അവൻ അടുത്ത കുപ്പി എടുത്തോണ്ട് വന്നു. അത് ജ്യൂസ് നമുക്ക് മുയലാക്കിയാലോ. അങ്ങനെ കുരങ്ങന്മാരുടെ വികൃതികളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ വീണ്ടും മല ഇറങ്ങി തുടങ്ങി. അപ്പോൾ ദാ ഒരു ചങ്ങാതി മല കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടന്ന് മടുത്തൊക്കെയാണ് വരുന്നത്. നമ്മൾ കണ്ടപ്പോൾ കുറച്ച് നേരം അതവിടെ നിന്ന് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇനി കൊടുക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരും മല കയറി ഇറങ്ങട്ടെ. ഇതാണ് ആ കക്ഷി കേട്ടോ, മല കയറി വന്നതാണ്. അങ്ങനെ നമ്മൾ മലയിറക്കം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് 1-2 വിമാനമൊക്കെ പോകുന്നുണ്ട്. പൊന്നുവിനെ കാണിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെ മല കയറുന്നവരുടെ എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ മല ഇറങ്ങുകയാണ് കേട്ടോ. ഈ ജാതി മത ഭേദമന്യേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ ദാ നേരിട്ട് കണ്ടു കേട്ടോ. ഇതാ പോകുന്നത് ഒരു മുസ്ലിം കുടുംബമാണ് കേട്ടോ. അവരും മലയാറ്റൂർ മല കയറി ഇറങ്ങുന്നതാണ്. ആണ് നമ്മൾ ഈ ജാതിമത ഭേദമന്യേ എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേട്ടോ കാണുന്നത്. കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയേ. അങ്ങനെ ദാ സൂര്യനൊക്കെ അസ്തമിക്കാറായി, വൈകുന്നേരമായി തുടങ്ങിയിട്ടോ. അപ്പോഴത്തേനും വെയിലൊക്കെ ആറ് കഴിഞ്ഞുകൊണ്ട് ആൾക്കാർ മല കയറാനുള്ളവരുടെ തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ മലയിറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. താഴെ വന്നതാ നമ്മൾ ഇവിടെ കൂടി പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ ലൈറ്റും പരിപാടി ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ലൈറ്റൊക്കെ ഇട്ടത് കേട്ടോ. എന്താ പല പല കളറിലുള്ള ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോഴത്തേനും മല കയറാനുള്ള ഒരു തിരക്കൊക്കെ ആയി. അങ്ങനെ ദാ നമുക്കൊരു ബസ് വന്നു. ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി നമ്മൾ താഴെ വന്നപ്പോൾ ദാ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ഇറങ്ങി. അതും നല്ല മനോഹരമായ പ്രദക്ഷിണമായിരുന്നു കേട്ടോ. അപ്പം പ്രദക്ഷിണം
പോകുന്നതുകൊണ്ട് നമ്മുടെ ബസ് അവിടെ നിർത്തിയിട്ടു. അതുകൊണ്ട് നമുക്കും പ്രദക്ഷിണം കാണാൻ പറ്റിയേ. അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാറ്റൂർ മല കയറി. ഇനിയും നമുക്ക് മല കയറാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി വീട്ടിലേക്ക് പോകാവേ. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. അതുവരേക്കും ബൈ ബൈ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ടാറ്റാ, ബൈ ബൈ.